ഹായ് ഹലോ ഹാപ്പി ന്യൂ ഇയർ. എന്താണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക്? 2024 പുതുവർഷം നിങ്ങൾക്ക് നൽകുന്നത് എന്താണ്? റിലേഷൻഷിപ്പിലാകാം, മണിയാവാം, ലവ്, കരിയർ, ഹെൽത്ത്, അങ്ങനെ എന്തൊരു കാര്യത്തിലും നിങ്ങളിലേക്ക് ഈ 2024 പുതുവർഷം എന്തൊക്കെയാണ് നൽകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഫോഴ്സ് ചെയ്തിട്ട് റെസനേറ്റ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ റീഡിംഗ് അല്ല. നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി ലഭിക്കൂ എന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ടൈംലെസ് ആണ്. ഇതും ടൈംലെസ് ആണ്. നിങ്ങൾക്ക് മറ്റ് ടോപ്പിക്കിൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ പോയാൽ കാണാവുന്നതാണ്. ഓക്കെ. പിന്നെ ഇതിൽ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആളുകൾക്കും നിങ്ങൾ ആ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുമോ എന്ന് നോക്കാവുന്നതാണ്. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ഇനി മുന്നോട്ട് വരാനിരിക്കുന്നതാകാം, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാകാം, അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ളതാകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ റീഡിങ് കേട്ടിട്ട് നിങ്ങൾക്ക് എത്തരത്തിലാണോ അത് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക. എങ്കിലും ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഇപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ മേ ബി നോ കോണ്ടാക്റ്റ്, ബ്രേക്കപ്പ്, എന്താ പറയുക, ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം, ട്രസ്റ്റ് ഇഷ്യൂ, ഫാമിലി, തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അത് മേ ബി സിറ്റുവേഷൻസ്, സാഹചര്യങ്ങളാകാം, അല്ലെങ്കിൽ വ്യക്തികളാകാം, ആരും ആവാം. ഏജ് ഡിഫറൻസ്, മതം, ജാതി, സമൂഹത്തിലെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ, അങ്ങനെ ഒരുപാട് പല പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് മണി മാറ്റേഴ്സ് ഉണ്ടാകാം, കരിയർ സംബന്ധമായിട്ട് പ്രശ്നങ്ങളുണ്ടാകാം, ഹെൽത്ത് സംബന്ധമായിട്ട് പ്രശ്നങ്ങളുണ്ടാകാം, എല്ലാം ഉണ്ടാവാം. ഇതിനെയൊക്കെ മൊത്തത്തിൽ നിങ്ങൾ ഈ സാഹചര്യങ്ങളായിട്ട് നോക്കുകയാണ് വേണ്ടത്. ഓക്കെ. ഈ പറയുന്ന ഏതൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോബിലാണെങ്കിൽ എന്തൊരു കാര്യമാണോ നിങ്ങൾക്ക് ശരിയാവാത്തത്, എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എന്താണ് ഞാനത് മുന്നോട്ട് നോക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ പിന്നാലെയാണെങ്കിലും, ഒരു സാഹചര്യത്തിൻ്റെ പിന്നാലെയാണെങ്കിലും, ഒരു ജോബിൻ്റെ പിന്നാലെയാണെങ്കിലും നിങ്ങൾ ഒരുപാട് അലഞ്ഞിട്ടുണ്ടാകാം, ഒരുപാട് മോഹിച്ചതായിരിക്കാം ഇത്, ജോലിയാണെങ്കിലും വ്യക്തിയാണെങ്കിലും. പക്ഷേ അതൊന്നും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ജോലി എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്നവർ, അതിൻ്റെ പേപ്പർ വർക്കുകൾ ശരിയാവാത്തവർ, അല്ലെങ്കിൽ നിലവിലൊരു വിട്ട് മറ്റൊന്ന് നോക്കിയിട്ട് കിട്ടാത്തവർ, അല്ലെങ്കിൽ നിൽക്കുന്ന ജോബിൽ തന്നെ മറ്റു ഉയർച്ചകളില്ലാതെ ആകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവർ, അങ്ങനെ പല പല കാരണങ്ങളുണ്ടാവാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു വ്യക്തത വരുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ലൈഫ് സിറ്റുവേഷൻസിൽ സംഭവിക്കുന്നത്, എന്താണ് അതിൻ്റെ കാരണം, എന്തൊക്കെയാണ് ഞാൻ മാറ്റേണ്ടത്, നല്ലൊരു ക്ലാരിറ്റി, ഒരു വ്യക്തത. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഗോസിപ്പാവാം, അതാവാം, ഇതാവാം, പലരും നിങ്ങൾ പറഞ്ഞിരുന്ന ഇത്രയും നാൾ നിങ്ങൾ അറിയാതിരുന്ന എന്തോ രഹസ്യങ്ങൾ ഒരു പക്ഷേ ഈ സമയത്ത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാകാം, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇനി അറിയാൻ പോകുന്നുണ്ടാകാം. ഓക്കെ. നല്ലൊരു ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, എന്ത് കാര്യത്തിലാണെങ്കിലും. പിന്നെ ഏതൊരു സാഹചര്യം ആണെങ്കിലും തന്നെങ്കിലും നിങ്ങൾക്കൊരു പുതിയൊരു കാഴ്ചപ്പാട്, സ്വയം നിങ്ങൾക്കൊരു സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. സമൂഹത്തിലാവാം, വ്യക്തികളിലാവാം, എവിടെയോ ആവാം, ജോലി സ്ഥലത്താകാം. ഒരു സ്വയം സ്വീകാര്യത വരുന്നുണ്ട്, ഒരു പുതിയ കാഴ്ചപ്പാട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ജോബിലോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളിലോ റിലേഷൻഷിപ്പിലോ എന്തിലാണെങ്കിലും ഒരു സ്വാതന്ത്ര്യം കൈവരുന്നുണ്ട്, ഒരു സന്തോഷം വരുന്നുണ്ട്. നെക്സ്റ്റ് കാർഡും അത് തന്നെയാണ്, ഒരു സ്വീകാര്യതയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നുണ്ട്. എത്തരത്തിലാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത്തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും തന്നെ, നിങ്ങളുടെ ലൈഫിൽ എന്തൊരു കാര്യമാണെങ്കിലും അതിന് നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള, എന്താ പറയുക, ഒരു, എന്താ പറയുക, എന്ത് വേണ്ടേ എന്ന് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്കൊരു സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെ സ്ട്രെങ്ത് ഈ വീഡിയോ കാണുന്നവർക്ക് വളരെ കുറവായിരിക്കും എന്ന് പറയാം. സെൽഫ് ഡൗട്ട് ആയിരിക്കും. ജോബിലാണെങ്കിലോ റിലേഷൻഷിപ്പിലാണെങ്കിലോ ഒരുപാട് കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണെങ്കിലും അതായിരിക്കുമോ, അല്ലെങ്കിൽ ശരിയല്ലേ, ശരിയാണോ, അങ്ങനെ ഒരുപാട്, എന്താ പറയുക, ഇൻസെക്യൂരിറ്റി. ഒരുപക്ഷെ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ നിങ്ങളുടെ ഒരു ബലഹീനതയായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറാൻ സാധിക്കാത്ത നിങ്ങളുടെ ബലഹീനതയായിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ മണി മാറ്ററിൽ വല്ലാത്ത സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ
കഴിയാത്തതും നിങ്ങളുടെ ഒരു ഇഷ്യൂ ആയിരിക്കാം. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സെൽഫ് ഡൗട്ട് ചെയ്യാതെ, ഒരു ഇൻസെക്യൂരിറ്റി ഇല്ലാതെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് പറയുന്നത്. അതെന്ത് സാഹചര്യം ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നല്ല രീതിയിൽ അതിനെ വിലയിരുത്തിയിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ. ഈ സമയത്ത് പലർക്കും ഒരു ഡയറക്ഷൻ ഉണ്ടാവില്ല. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒന്നും അറിയുന്നില്ല. കുറച്ച് പേരൊക്കെ ചിലപ്പോൾ ഇതിനേക്കാൾ എന്താ പറയുക, നിങ്ങൾ തന്നെ സ്വയം പോയി ഒരു കുഴി കുഴിച്ച് അതിൽ വന്ന് വീണ പോലെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാകാം. അതൊക്കെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം വേണ്ടായിരുന്നു. പക്ഷെ ഓൾറെഡി അത് ചെയ്തു പോയി. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്തത് എന്ത് തന്നെയാണെങ്കിലും, ഒരു റിലേഷൻഷിപ്പിൽ ഒരു വഴക്കുണ്ടാക്കി നിങ്ങളുടെ ഓക്കെ നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി അതിൽ നിന്ന് മാറിപ്പോകുന്നതാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും വരുന്ന അനന്തര ഫലങ്ങളെ അവഗണിക്കാനാണ് പറയുന്നത്. എല്ലാം പ്രവചനാതീതമാണ്. ഒന്നും പ്രവചിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ മനസ്സെന്താണ് നിങ്ങളോട് പറയുന്നത് അത് ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കരിയർ ആയിക്കോട്ടെ, മണി ആയിക്കോട്ടെ, എന്തൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾ നന്നായി കഠിനാധ്വാനം ചെയ്യാനാണ് പറയുന്നത്. സ്ഥിരോത്സാഹത്തോടു കൂടി നിങ്ങൾക്ക് അതിനെ നേടാൻ കഴിയും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളിലേക്ക് വിജയങ്ങളാണ് വരുന്നത്, പബ്ലിക് റിവാർഡ്സ്. ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ടാവുക, ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. ചിലപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ നിങ്ങൾ കൂടുതൽ ആൾക്കാർ അറിയപ്പെടുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള സേവനങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്കൊരു ഉപഹാരം ലഭിക്കുന്നതാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാകാം. നിങ്ങൾക്ക് എന്തും ധൈര്യത്തോടെ മുന്നോട്ട് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. കാരണം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വിജയങ്ങളാണ് എന്തിലേക്കും, അത് എന്തൊരു കാര്യത്തിലാണെങ്കിലും. അപ്പോൾ അതിലേക്ക് ധൈര്യമായിട്ട് പോസിറ്റീവായിട്ടൊരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വയ്ക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട എന്ന് പറഞ്ഞ് പരസ്പരം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളെ ആ വ്യക്തി മാത്രം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം. നേരെ തിരിച്ചും വരാം കേട്ടോ. നിങ്ങളുടെ വ്യക്തിയുടെ ആവാം, നിങ്ങളുടെ ആവാം, നിങ്ങളുടെ മൊത്തത്തിലുള്ള സാഹചര്യങ്ങളുടെ ആവാം. എന്തിനാണെങ്കിലും അതിനായിട്ട് റെസണേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊക്കെ ഒരു മാറ്റം വരുത്തണം. ഒരു സെൽഫ് ഡൗട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ എനിക്കതിലൊരു തീരുമാനം എടുക്കണം, എനിക്ക് മുന്നോട്ട് പോകണം. ഒരു പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ ഓക്കെ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വല്ലാതെ ഡിപ്രഷനായിട്ട് വിഷാദം, ദുഃഖം ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരും. അവർ നിങ്ങളിലേക്ക് ഒന്നിക്കാനുള്ളതാണെങ്കിൽ അത് സംഭവിക്കും. അതിന് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർ പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചിട്ടായിരിക്കില്ല നിങ്ങളിലേക്ക് വന്നത്. ഇതെല്ലാം സംഭവിച്ചതാണ് എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ നിങ്ങളെല്ലാത്തിനും ഒരു പോസിറ്റീവായിട്ട് കാണാം. അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ എക്സ് ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പുതിയൊരു വ്യക്തി ആയിരിക്കാം. ലവേഴ്സ് കാർഡൊക്കെ വന്നിട്ടുണ്ട്. ഒരു യൂണിയൻ, ഡ്യുവാലിറ്റി, ഒരു പങ്കാളിത്തത്തിലേക്കൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു പങ്കാളിത്തത്തിലേക്ക് ആകാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനെ 10 മടങ്ങ് മനോഹരമാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പഴയ ഓൾഡ് റിലേഷൻഷിപ്പിനെ നിങ്ങൾ ഉപേക്ഷിച്ചു എങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി മാറുന്ന സമയത്ത് നിങ്ങളിലേക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. ആ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകുന്നുണ്ടാകാം. കുറേ പേർക്കൊക്കെ ഞാൻ പറഞ്ഞില്ല, വേൾഡ് കാർഡ് ഒരു ഫുൾഫിൽമെൻറ്റ്, ഒരു യോജിപ്പ്, ഒരു പൂർത്തീകരണം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ചിലപ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഇതേപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക ലവേഴ്സ് ആയിരിക്കാം, വിവാഹേതര ബന്ധങ്ങളാവാം, എന്തും ആവാം. ചിലപ്പോൾ ഡിവോഴ്സൊക്കെ കിട്ടാത്തവർക്ക് ഒരു ഡിവോഴ്സ് കിട്ടുന്നതാകാം, അല്ലെങ്കിൽ ഡിവോഴ്സ് ഇല്ലാതെ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞത് ഒരുമിപ്പിക്കാൻ സാധിക്കുന്നതാവാം, ഒന്നിച്ച് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്നതാകാം. ടോട്ടലി ആന്തരികമായ സന്തോഷം, ഒരു പൂർത്തീകരണം, നിങ്ങളുടെ എന്ത് തന്നെ ആഗ്രഹങ്ങളാണെങ്കിലും അതിനെ ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഡ്രീംസിനെ, നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു ലീഡർ സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നുണ്ട്. എന്ത് തരം വെല്ലുവിളികൾ തന്നെയാണെങ്കിലും അതിനെയെല്ലാം മറികടക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ റിലേഷൻഷിപ്പിലാവാം, മണി മാറ്റർ ആവാം, ലവ് ആവാം, കരിയർ ആവാം, ഹെൽത്ത് ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് നോക്കാം. ശരിയാണോ, ഇങ്ങനെയാണോ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്, ഇങ്ങനെയാണോ സംഭവിച്ചു കൊണ്ടിരുന്നത്, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്,
ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണ് നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരുത്താൻ തോന്നുന്നത്? ഇതൊക്കെയാണ് 2024 പുതുവർഷം നിങ്ങളിലേക്ക് സമ്മാനിക്കുന്നത്. താൽക്കാലികമായിട്ടുള്ള എനർജിയാണ്. മാക്സിമം ടാരോ ട്രേഡിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ 4 to 8 വീക്സ് വരെയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളതിനെ നോക്കുക. നിങ്ങളതൊരു ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്താണ് ചെയ്യേണ്ടത്. അത്തരത്തിൽ നല്ല പോസിറ്റീവായിട്ട് പോവാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ്. 2024 പുതുവർഷം ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് നൽകുന്നത്. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസൊനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം നിഷാനി.